എം ഡി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. കുറേ ദിവസമായി രോഗശയ്യയിലായിരുന്ന അദ്ദേഹത്തിന് വേണ്ടി കേരളം മൊത്തം പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘായുസിന് വേണ്ടി. എം ഡിയെപ്പോലെ മറ്റൊരു എം ഡി ഇനി എന്ന് ഉണ്ടാകുമെന്ന് നമുക്കാർക്കും തന്നെ നിഗമനത്തിലെത്താൻ കഴിയില്ല. സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ പരിവർത്തനത്തിൽ ഉതകുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ ഏറെക്കാലം ശ്രദ്ധേയമായി തന്നെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പൊതുവെ കൂടുതൽ സംസാരിക്കാത്ത പ്രകൃതക്കാരനായിരുന്ന എം ടി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത വീട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹം പറയാറുള്ള ചുരുങ്ങിയ വാചകങ്ങൾ 1000 പുസ്തകങ്ങൾ വായിച്ച അനുഭവങ്ങൾ നമുക്കതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. അത്ര ഗഹനമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്ന് നമുക്കറിയാം. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞാലും കാലാകാലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ ഉതകുന്ന അദ്ദേഹത്തിന് നിരവധി ലേഖനങ്ങളും പ്രബന്ധങ്ങളും പ്രമേയങ്ങളും നമ്മെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വിടവ് നികത്താൻ പറ്റുന്ന ഒന്നല്ല. കാരണം നിരവധി എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളെ കൊണ്ടുമൊക്കെ സമ്പന്നമായ കോഴിക്കോട് പട്ടണത്തിൽ എല്ലാവരും ആദരിക്കപ്പെടുകയും ബഹുമാനിപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എം ടി എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ എന്തെന്ന് പലർക്കും ഊഹിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഓരോ വിഷയങ്ങളിലും വളരെ നിഷ്പക്ഷമായി തൻ്റെതായ അഭിപ്രായം ആരുടെയും മുഖം നോക്കാതെ എന്നും പറയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ വളരെ വിരളമായി മാത്രമേ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയാറുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ പറയുന്ന അഭിപ്രായത്തെ രാഷ്ട്രീയ കേരളവും അതുപോലെ തന്നെ അക്ഷര കേരളവും വളരെ ഗൗരവതരമായി കണ്ടിരുന്നു എന്നൊരു വസ്തുതയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെയും ഒക്കെ യോഗത്തിൽ ഞാനും പങ്കുചേരും.